രാജ്യത്തെ ഏറ്റവും പ്രമുഖ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിലെ MBBS പ്രവേശനം. ഒരു ആർമി പേഴ്സണാകാൻ ആഗ്രഹമുള്ള, ആ ജീവിത നിലവാരവും ജീവിത ശൈലിയും ആഗ്രഹിക്കുന്ന ഒരു MBBS കോഴ്സിലൂടെ ഏറ്റവും വലിയ ഒരു റെമ്യൂണറേഷനോടുകൂടി, ശമ്പളത്തോടുകൂടി ഏറ്റവും വലിയ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു മേഖല, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ AFMC പൂനെ നിങ്ങൾക്ക് തികച്ചും അനുയോജ്യമാണ്. യാതൊരുവിധ പഠന ചെലവുമില്ലാതെ, പഠിക്കുന്നതിനോ ഹോസ്റ്റലിനോ ആഹാരത്തിനോ ഒന്നും യാതൊരുവിധ പഠന ചെലവുമില്ലാതെ നമുക്ക് നമ്മളുടെ MBBS എന്ന കരിയർ കംപ്ലീറ്റ് ചെയ്യുവാനും അതിലൂടെ ഒരു വരുമാനം തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനും AFMC MBBSന് നമുക്ക് സാധിക്കുന്നു. ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിനെ സംബന്ധിച്ചോളം AFMC എന്ന് പറയുന്നത് ശരിക്കും ഒരു വികാരം തന്നെയാണ്. കാരണം ഓരോ വർഷവും 20-ലധികം കുട്ടികൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിൽ നിന്ന് AFMCയുടെ ക്യാമ്പസിൽ MBBS പഠിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിൽ നിന്നും. നീറ്റ് 2026 മെയ് 3 വ്യക്തമായ ലക്ഷ്യങ്ങളോടെ മുന്നേറുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ലക്ഷ്യബോധമുണ്ടാക്കുവാനായിട്ടാണ് നമ്മൾ 3 ഇയർ ട്രെൻഡ് എന്ന് പറയുന്ന ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും പ്രമുഖ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിലെ MBBS പ്രവേശനം. നീറ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ നിന്നും ഏതാണ്ട് 1450ഓളം കുട്ടികളെ മെഡിക്കൽ ടെസ്റ്റും ഇൻ്റർവ്യൂവും അസസ്മെൻറ്റ് ടെസ്റ്റും ഒക്കെ ആയിട്ട് മറ്റൊരു മാർക്കിംഗ് സ്കീമിലൂടെ 145 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു ആർമി പേഴ്സണാകാൻ ആഗ്രഹമുള്ള, ആ ജീവിത നിലവാരവും ജീവിത ശൈലിയും ആഗ്രഹിക്കുന്ന ഒരു MBBS കോഴ്സിലൂടെ ഏറ്റവും വലിയ ഒരു റെമ്യൂണറേഷനോടുകൂടി, ശമ്പളത്തോടുകൂടി ഏറ്റവും വലിയ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു മേഖല, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ AFMC പൂനെ നിങ്ങൾക്ക് തികച്ചും അനുയോജ്യമാണ്. മെഡിക്കൽ കേഡറ്റ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ AFMC MBBSൽ ഓരോ സ്റ്റുഡൻറ്റിനെയും അറിയപ്പെടുന്നത്. അതായത് MBBS പ്രവേശനം കിട്ടി നമ്മൾ ആ ക്യാമ്പസിലോട്ട് എത്തുമ്പോൾ തന്നെ ഒരു ആർമി പേഴ്സൺ ആകാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ പ്രവേശനം നേടുന്നതും. അപ്പോൾ മുതൽ നമ്മൾ മെഡിക്കൽ കേഡറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. MBBSും ഹൗസ് സർവീസും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും ലോങ് ടൈം കരിയറായിട്ടും ഷോർട്ട് ടൈം സർവീസിലും നമുക്ക് പ്രവേശനം ഉറപ്പുണ്ട് താനും. ഏറ്റവും ഉയർന്ന ഒരു സാലറിയോടുകൂടി നമ്മുടെ ജീവിത നിലവാരവും നമ്മുടെ വരുന്ന തലമുറകളെയും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ നോക്കാൻ സാധിക്കുന്ന, യാതൊരുവിധ പഠന ചെലവുമില്ലാതെ, പഠിക്കുന്നതിനോ ഹോസ്റ്റലിനോ ആഹാരത്തിനോ ഒന്നും യാതൊരുവിധ പഠന ചെലവുമില്ലാതെ നമുക്ക് നമ്മളുടെ MBBS എന്ന കരിയർ കംപ്ലീറ്റ് ചെയ്യുവാനും അതിലൂടെ ഒരു വരുമാനം തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനും AFMC MBBSന് നമുക്ക് സാധിക്കുന്നു. അതിലൊക്കെ ഉപരിയാണ് AFMC MBBSൻ്റെ തലം എന്നുള്ളത് മറ്റൊരു പ്രധാന സവിശേഷത തന്നെ. കാരണം രാജ്യത്തെ സേവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സർവീസിംഗ് മേഖലയാണ് AFMC MBBS പഠനവും ഹൗസ് സർവീസിന് ശേഷം ഏതാണ്ട് ഷോർട്ട് ടൈം സർവീസിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ 7 വർഷം ബോണ്ട് പീരീഡ് ഉണ്ട്. ഉയർന്ന ശമ്പളത്തോടുകൂടി മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ, അതിർത്തി പ്രദേശങ്ങളിലൊക്കെ നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് ടൈം കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 MBBSും ഹൗസ് സർവീസിന് ശേഷം 4 വർഷം ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PG എൻട്രൻസ് എഴുതാനായിട്ട് സാധിക്കും. അതിലൂടെ വീണ്ടും നമുക്ക് പ്രത്യേക റിസർവേഷനോടുകൂടി AFMCയിൽ MBBS പഠിക്കുമ്പം ആ കുട്ടികൾക്ക് പ്രത്യേക റിസർവേഷനോടുകൂടി തന്നെ നമുക്ക് PG ചെയ്യാനുമുള്ള ഒരു പ്രാധാന്യമാണ് AFMC MBBSൻ്റേത്. നമുക്ക് ലെഫ്റ്റനൻ്റ് ആയിട്ട് നമ്മൾ കമ്മീഷൻ ചെയ്യുമ്പോൾ തന്നെ MBBSനും ഹൗസ് സർവീസിന് ശേഷം നമ്മളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ നമുക്കൊരു ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ഉയർന്നൊരു സാലറിയോടുകൂടി, ഉയർന്നൊരു റെപ്യൂട്ടേഷനോടുകൂടി നമ്മൾ പ്രവേശിക്കുന്നത്. അതിനുശേഷം ആ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ
ക്യാപ്റ്റൻ റാങ്കിലേക്ക് എത്തുന്നു. അതിനുശേഷം 4 വർഷം കഴിയുമ്പോൾ നമ്മൾ മേജർ റാങ്കിലോട്ട് എത്തുന്നു. വീണ്ടും 7 വർഷം ബോണ്ട് ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റനൻറ്റ് കേണലിൻ്റെ പൊസിഷനിലെത്തുന്നു. അതിനുശേഷം സെലക്ഷൻ മെത്തേഡിലൂടെ കേണലും ബ്രിഗേഡിയറും മേജർ ജനറലും ലെഫ്റ്റനൻറ്റ് ജനറൽ വരെ ആകാനുള്ള അനന്ത സാധ്യതകളാണ് AFMC MBBS. ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടിലൂടെ എങ്ങനെയാണ് നമുക്ക് AFMCയിലേക്ക് പ്രവേശനം കിട്ടുന്നതുകൂടി നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനം നീറ്റ് എൻട്രൻസ് എക്സാം. നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്തോ പരീക്ഷാ സമയത്തോ ഒന്നും നമ്മൾ AFMC എന്ന് പറയേണ്ടതായിട്ടില്ല. ഇപ്പോൾ മെയ് 3-ാം തീയതി നീറ്റ് എക്സാം നടക്കുന്നു. അതിനുശേഷം ജൂൺ 10 നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ജൂലൈ 2ാമത്തെ ആഴ്ചയോടുകൂടി mcc.nic.in എന്ന വെബ്സൈറ്റിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടക്കും. എയിംസിൻ്റെയും ജിപ്പറിൻ്റെയും ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ഗവൺമെൻറ് കോളേജുകളുടെ ഒക്കെ കൗൺസിലിംഗ് തുടങ്ങുന്ന സമയത്ത്, UG കൗൺസിലിംഗ് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ആ MCCയുടെ വെബ്സൈറ്റിലാണ് നമ്മൾ AFMCയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മൾ AFMC എന്ന് സെലക്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം 115 ആൺകുട്ടികളെയും 30 പെൺകുട്ടികളെയുമാണ് AFMC MBBSനായിട്ട് ഒരു വർഷം പരിഗണിക്കുന്നത്. അതിൽ നീറ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി 10 ഇരട്ടി കുട്ടികളെ 1450 കുട്ടികളെ AFMC പൂനെയിലേക്ക് ജൂലൈ അവസാനത്തെ ആഴ്ച മുതൽ റോൾ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ടെസ്റ്റിനും മറ്റ് ഇൻ്റർവ്യൂവിനുമായിട്ട് ക്ഷണിക്കുന്നു. അങ്ങനെ നമ്മൾ MCCയുടെ സൈറ്റിൽ നിന്ന് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ AFMC എന്ന് കൊടുക്കുന്നു. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് അവരുടെ പ്രത്യേകമായിട്ട് AFMCയുടെ സൈറ്റിലും MCCയുടെ സൈറ്റിലും AFMC ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ വരുന്നു. അതിനുശേഷം അവർക്ക് കൃത്യമായിട്ടും AFMCയുടെ പൂനെയുടെ ക്യാമ്പസിൽ എന്നാണ് ചെല്ലേണ്ടതെന്നുള്ളത് AFMCയുടെ വെബ്സൈറ്റിലും MCCയുടെ വെബ്സൈറ്റിലും ആ സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ള ആ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിക്കുന്ന ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ആയിട്ടാണ് കാൻഡിഡേറ്റ് ആ ഇൻ്റർവ്യൂവിനും മെഡിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും ഒക്കെ ആയിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനും ഒക്കെ ആയിട്ട് AFMC പൂനെയുടെ ക്യാമ്പസിൽ ജൂലൈ അവസാനത്തെ ആഴ്ച എത്തിച്ചേരേണ്ടത്. അങ്ങനെ നമ്മൾ സ്ക്രീനിങ് പ്രോസസ്സിനായിട്ട് AFMC പൂനെയുടെ ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 5 സെക്ഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ 250 മാർക്കിലാണ് AFMCയുടെ റാങ്ക് തീരുമാനിക്കുന്നത്. 250 മാർക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, നീറ്റിൻ്റെ മാർക്ക് 720, ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടോളർ ആ റിട്ടൺ ടെസ്റ്റിൽ നിന്ന് 80 മാർക്ക്, അങ്ങനെ 800 മാർക്ക് ആഡ് ചെയ്യും. ആ 800നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 200 മാർക്ക്. ഇൻ്റർവ്യൂവിന് 50 മാർക്ക്, അങ്ങനെ 250 മാർക്കിലാണ് AFMC MBBSന് വേണ്ട 145 കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ക്യാമ്പസിൽ ചെല്ലുന്ന വിദ്യാർത്ഥികളുടെ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് AFMCയുടെ മെയിൻ ഹാളിൽ നമ്മൾ ആദ്യം നേരിടേണ്ടതായിട്ടുള്ളത്. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യുന്നു. രണ്ടാമതാണ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലോജിക്കൽ റീസണിങ് ടോളർ. ഒരു 10ാം ക്ലാസ്സിൻ്റെ നിലവാരത്തിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു ടെസ്റ്റാണ്, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അനോണിമസും സിനോണിമസും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു 80 മാർക്കിൻ്റെ ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടോളർ. ഇതിൻ്റെ മാർക്കിനെയാണ് നീറ്റിൻ്റെ മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് 800-ലാക്കുന്നത്. ദെൻ PAT സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്, അതിന് പ്രത്യേകിച്ച് മാർക്കുകളൊന്നുമില്ല, അതൊരു യോഗ്യതാ മാനദണ്ഡം മാത്രമേ ഉള്ളൂ, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ്. ദെൻ ഇൻ്റർവ്യൂ ബൈ ദ ബോർഡ് ഓഫ് ഓഫീസേഴ്സ്. 2 മിനിറ്റോ 3 മിനിറ്റോ മാത്രമുള്ള ദൈർഘ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ. നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ ജനറൽ നോളജിനെ കുറിച്ചുള്ള നമ്മളുടെ അവബോധം, ഇതിനെയൊക്കെ അളക്കുന്ന ഏതാണ്ട് 50 മാർക്ക് ഇൻ്റർവ്യൂവിനുണ്ട്. അപ്പം നീറ്റ് എക്സാമിന് ശേഷം നമുക്കറിയാം മെയ്, ജൂൺ, ജൂലൈ 3 മാസക്കാലം നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ട്രെയിനിങ്ങിന് ധാരാളം സമയമുണ്ട്. നല്ലൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് 50 മാർക്കുണ്ട്, അതുണ്ട്. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് മെഡിക്കൽ ബോർഡ്, നമ്മളുടെ ഹൈറ്റ്, നമ്മളുടെ വെയിറ്റ്, അവരുടെ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഒരു ആർമി പേഴ്സൺ ആകാൻ വേണ്ട അടിസ്ഥാന യോഗ്യത എന്തെല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ണാടി വെക്കുന്നതോ അല്ലെങ്കിൽ പല്ലിന് കമ്പിയിടുന്നതോ ഒന്നും ഒരു അയോഗ്യതയല്ല. പക്ഷെ ഒരു ആർമി പേഴ്സൺ ആകാനുള്ള പേഴ്സണാലിറ്റിയും മെഡിക്കൽ സ്ട്രെങ്തും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും
AFMC MBBS തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ടും അതിലൂടെ ബാക്കിയുള്ള ആ 5 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് AFMC MBBS എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ കൃത്യമായിട്ട് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. അതിന് വേണ്ട ഹൈറ്റിനെ കുറിച്ചും വെയ്റ്റിനെ കുറിച്ചും വേണ്ട മെഷർമെൻറ്റുകളെ കുറിച്ചെല്ലാം AFMCയുടെ സൈറ്റിലുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വ്യക്തമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കി വ്യക്തമായൊരു ദിശാബോധത്തോടു കൂടി വേണം AFMCയിൽ ഹാജരാകുവാൻ. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ AFMC MBBSന് വേണ്ട ഒരു കട്ട് ഓഫ് എത്രയായിരുന്നു നമുക്ക് നോക്കാം. അതായത് AFMC MBBSൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വരുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളിലെ മാർക്ക് എത്രയായിരുന്നു? ഈ 1450 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ 115 ആൺകുട്ടികളും 30 പെൺകുട്ടികളുമാണ്. അതിൽ നീറ്റിൻ്റെ മാർക്ക് 2023 ഒരു മോഡറേറ്റ് ലെവൽ എക്സാമും 2024 ഒരു സിമ്പിൾ നീറ്റ് എക്സാമും 2025 ടഫായിട്ടുള്ള നീറ്റ് എക്സാമും എത്രയായിരുന്നു AFMCയുടെ കട്ട് ഓഫ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2023 പെൺകുട്ടികൾക്ക് 648 മാർക്കായിരുന്നു കട്ട് ഓഫ്. ആൺകുട്ടികൾക്കാവട്ടെ 622 മാർക്ക്. 2023 നീറ്റ് എക്സാമിൽ 648 മാർക്കിന് മുകളിലുള്ള പെൺകുട്ടികളെയും 622 മാർക്കിന് മുകളിലുള്ള ആൺകുട്ടികളെയുമാണ് AFMC പൂനെയിലേക്ക് ഈ 5 അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയും അതിൽ നിന്ന് 145 കുട്ടികളെ സെലക്ട് ചെയ്യുകയും ചെയ്തത്. 2024 എത്തുമ്പോഴേക്കും ഏറ്റവും ഈസി ആയിട്ട് നടന്ന നീറ്റ് എക്സാമിൽ 681 മാർക്കായിരുന്നു പെൺകുട്ടികൾക്കുള്ള യോഗ്യതാ മാനദണ്ഡമെങ്കിൽ ആൺകുട്ടികൾക്ക് 666 മാർക്കിന് മുകളിലുള്ള കുട്ടികളാണ് ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. 2025 എത്തുമ്പോഴേക്കും നമുക്കറിയാം നീറ്റ് എക്സാമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമിൽ നമുക്ക് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് 535 മാർക്ക്. 535 മാർക്കിന് മുകളിലുള്ള ആൺകുട്ടികളെല്ലാം AFMCയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചു. പെൺകുട്ടികൾ 559 മാർക്ക്. 559 ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് പെൺകുട്ടികൾക്കുള്ളത്. അങ്ങനെ ആ കട്ട് ഓഫിന് മുകളിലുള്ളവരെ 5 അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് AFMC പൂനെയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഏതാണ്ട് ആഗസ്റ്റ് ആദ്യത്തെ ആഴ്ച ഈ 145 കുട്ടികളുടെ ഫൈനൽ ലിസ്റ്റ് AFMCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും ടോപ്പുള്ള മാർക്കുള്ള കുട്ടിയുമുണ്ട്, ഏറ്റവും മിനിമം കട്ട് ഓഫ് റേഞ്ചിൽ വന്ന കുട്ടിയുമുണ്ട്. അതായത് അവരുടെ ബാക്കിയുള്ള ഇൻ്റർവ്യൂവിൻ്റെയും ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും മാർക്കൊക്കെ അവരുടെ അഡ്മിഷനെ ഏറ്റവും നിർണായകമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീറ്റിന് ഉയർന്ന മാർക്ക് ഒപ്പം ബാക്കിയുള്ള ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും നിങ്ങൾക്ക് കൃത്യമായിട്ട് തയ്യാറെടുക്കാൻ പിന്നെയുള്ള 3 മാസക്കാലം ശ്രമിച്ചാൽ, അതിന് കൃത്യമായിട്ടൊരു ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും AFMC MBBS എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ആർമി പേഴ്സൺ ആകാനായിട്ട് ആഗ്രഹമുള്ള കുട്ടികൾക്ക്, കാരണം ആ രീതിയിൽ ജീവിത നിലവാരവും ജീവിത ശൈലിയും കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളൊരു കുട്ടിക്ക് ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും AFMC എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നീറ്റിന് ഉയർന്ന മാർക്ക് എന്നുള്ളതാണ് മെയ് 3-ാം തീയതി നമുക്കുള്ള ആദ്യത്തെ കടമ്പ. അപ്പം ഏത് രീതിയിൽ നീറ്റ് എക്സാം വന്നു കഴിഞ്ഞാലും അതിൽ ഏറ്റവും ഉയർന്ന ഒരു സ്കോറ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിലെ നിങ്ങളുടെ മോഡൽ എക്സാമുകളുടെ തയ്യാറെടുപ്പ്. ഇപ്പോൾ AFMC എന്ന സ്വപ്നം നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉയർന്ന സ്കോർ മേടിക്കുക. ജൂലൈ 2-ാമത്തെ ആഴ്ചയോടുകൂടി മാത്രം mcc.nic.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് AFMC എന്ന് സെലക്ട് ചെയ്യാനായിട്ടും ജൂലൈ അവസാനത്തെ ആഴ്ച മെഡിക്കൽ എക്സാമിനേഷനും ടോളർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും ഒക്കെ ആയിട്ട് AFMCയുടെ ക്യാമ്പസിൽ അവർ പറയുന്ന ഡേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. 2025 സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. കാരണം MCCയുടെ സൈറ്റിലും AFMCയുടെ സൈറ്റിലും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ട് അവരുടെ ആ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ പ്രോസസ്സ് സൈറ്റിലിടും. അപ്പം അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട്, നമ്മളിപ്പോൾ ഈ കണ്ട ഒരു ഫ്ലോ ചാർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അവിടെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒറിജിനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരാണ് ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. NCC സ്പോർട്സ് പോലെയുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലറായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് പറ്റിയ എല്ലാ സാധ്യതകളും അത് പ്രദർശിപ്പിക്കാനുള്ള, അത് ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ കാണിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കാണാം റോൾ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ ലിസ്റ്റ് ചെയ്തിരിക്കുകയും അതിൻ്റെ മുകളിൽ ഏത് ദിവസം ഏത് സമയത്താണ് അവിടെ ഹാളിൽ ഹാജരാകേണ്ടതെന്നുള്ളത്
കൃത്യമായിട്ട് FMCയുടെയും MCCയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും. അതിനുശേഷം ഏതാണ്ട് ആഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയാണ് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ നിന്ന് ആരെങ്കിലും ഹാജരായില്ല എങ്കിൽ വീണ്ടും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കുട്ടികളെ ക്ഷണിക്കുകയും ചെയ്യും. ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിനെ സംബന്ധിച്ചോളം AFMC എന്ന് പറയുന്നത് ശരിക്കും ഒരു വികാരം തന്നെയാണ്. കാരണം ഓരോ വർഷവും 20-ലധികം കുട്ടികൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ നിന്ന് AFMCയുടെ ക്യാമ്പസിൽ MBBS പഠിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഈ വർഷവും 2025 നീറ്റ് എക്സാമിൻ്റെ ഏറ്റവും കടുപ്പമേറിയ നീറ്റ് എക്സാം ആണെങ്കിൽ പോലും 21-ലധികം കുട്ടികൾ AFMCയിൽ പഠിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ മേഖലയെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടെന്നുള്ളതും അവരെ അവിടെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ AFMCയുടെ ക്യാമ്പസ് വിസിറ്റ് ചെയ്തിരുന്നു. ഈ വർഷവും നമ്മുടെ ഫസ്റ്റ് ഇയർ കുട്ടികളെ കാണാനായിട്ട്, നമ്മുടെ മലയാളികളെ കാണാനായിട്ട് ക്യാമ്പസ് വിസിറ്റിങ്ങിന് പോകുന്നുണ്ട്. അപ്പം അതും നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ മെഷർമെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും അറിയാനായിട്ട് AFMCയുടെ സൈറ്റ് വിസിറ്റ് ചെയ്യാം. afmc.nic.in ഇൻഫർമേഷൻ ബുള്ളറ്റിനുണ്ട്. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ സെലക്ഷൻ മെത്തേഡുകളെക്കുറിച്ച്, അതുപോലെ മെഷർമെൻറ്റുകളെക്കുറിച്ച്, ഇൻ്റർവ്യൂവിന് പോകേണ്ട അസസ്മെൻറ്റ് അവിടെ പോകുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇയർ വാക്സ് ക്ലിയർ ചെയ്യണം, പല്ല് ഒക്കെ വൃത്തിയാക്കിയിട്ട് വേണം പോകാനായിട്ട്, ഹെയറൊക്കെ നല്ല കൃത്യമായിട്ട് വേണം പോകാനായിട്ട്. അതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബ്രില്യൻ്റ് യൂട്യൂബ് ചാനലിൽ 2023 24 ഒക്കെ എടുത്ത വിദ്യാർത്ഥികളുടെ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കേണ്ടതെന്നൊക്കെയുള്ള വളരെ വിശദമായ വീഡിയോകൾ ധാരാളം കിടപ്പുണ്ട്. ആ ക്യാമ്പസിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തതിൻ്റെ വീഡിയോകൾ കിടപ്പുണ്ട്. അപ്പം AFMC MBBS എന്ന് പറയുന്നത് നീറ്റ് 2026 നിങ്ങളുടെ ടാർഗറ്റാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം 3 മാസക്കാലം ഒരു ആർമി പേഴ്സൺ ആകാൻ വേണ്ട അടിസ്ഥാന യോഗ്യതകളുടെ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഒരു ആർമി പേഴ്സൺ ആകാനുള്ള വ്യക്തിത്വ വികസനം അത് നിങ്ങൾ നേടിയെടുക്കണം. ജൂലൈ അവസാനത്തോടുകൂടി നിങ്ങൾക്ക് AFMC ക്യാമ്പസിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഒരു മെഡിക്കൽ കേഡറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് MBBS പഠിക്കുവാനായിട്ടും, ഒരു ലെഫ്റ്റനൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ടും, ഒരു ക്യാപ്റ്റനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോൺ പീരീഡ് ചെയ്യാനായിട്ടും, 1 ലക്ഷത്തിന് മുകളിൽ സാലറിയോട് തന്നെയാണ് നിങ്ങളുടെ ബോൺ പീരീഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്നതിലൊക്കെ അപ്പുറമായിട്ട് ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പം നീറ്റ് 2026 നിങ്ങളുടെ ടാർഗറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ദിശാബോധം ഉണ്ടാവട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.